സുരക്ഷയുടെ കാര്യത്തിൽ വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് നാം ഇപ്പോഴും ഏറെ പിന്നിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത, ഭരണാധികാരികളുടെയും പൊതുസമൂഹത്തിന്റെയും മനോഭാവം, റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത, നമ്മുടെ സാംസ്കാരിക പരിസരം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതൊക്കെ നമ്മുടെ സ്വാധീനത്തിന് പുറത്തുള്ള കാര്യങ്ങളുമാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കാം, ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യാതിരിക്കാം, കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കാം. അങ്ങനെ കൃത്യമായ ഒരു ബോധവൽക്കരണം ഇത്തരം കാര്യങ്ങളിൽ ഒരു വലിയ സൊല്യൂഷൻ ആകും. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം യങ്സ്റ്റേഴ്സിനെയാണ് ഇന്ന് ഔട്ട് ഓഫ് ദി ബോക്സിൽ ആദ്യം പരിചയപ്പെടുന്നത്. ബൈക്കുകളോടുള്ള താല്പര്യം ഒരു സർവീസ് കൂടിയാക്കി മാറ്റിയിരിക്കുകയാണ് XBHP എന്ന ബൈക്ക് റൈഡേഴ്സ് ക്ലബ്. കൂട്ടുകാരും ഒന്നിച്ച് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ ഒരു റൈഡേഴ്സ് ക്ലബ്ബായാണ് XBHP രൂപം കൊണ്ടത്. പക്ഷെ തങ്ങളുടെ യാത്രകൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടണമെന്ന് തോന്നിയപ്പോൾ സേഫ് റൈഡിംഗ് അല്ലെങ്കിൽ റൈഡിംഗ് ഫോർ സേഫ്റ്റി എന്നൊരാശയവുമായി അവർ മുന്നോട്ട് വന്നു. ഞാൻ ഓടിക്കുന്ന ബൈക്ക് കാവസാക്കി നിഞ്ചയാണ്. കാവസാക്കി നിഞ്ച എന്ന് കേൾക്കുമ്പോഴത്തേക്ക് സാറിന് ആൾക്കാർക്ക് തോന്നും നമ്മൾ റാഷ് ഡ്രൈവേഴ്സാണ്, ഹൈ സ്പീഡ് ഡ്രൈവിംഗ് ആയിരിക്കും എന്നൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ഫുൾ ഗിയർ, ഹെൽമെറ്റ് എപ്പോഴും വെയർ ചെയ്തേ ഓടിക്കാറുള്ള ബൈക്ക്. ഞങ്ങളൊരു ബൈക്കിംഗ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ പേര് XBHP എന്നാണ്. ഇതൊരു ഓൺലൈൻ ഫോറത്തിൻ്റെ ഒരു പാർട്ടാണ്. ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ബൈക്കിംഗ് മാത്രം ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന, പിന്നെ സേഫ് റൈഡിങ്. ബൈക്കുകളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു സ്ഥലമായിട്ടാണ് XBHP എന്ന ഫോറം ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. 2001 സന്ദീപ് ഗജാർ എന്ന ഒരു വ്യക്തി മോട്ടോർ സൈക്കിൾസിനെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങിയ ഒരു ഇതാണ് XBHP എന്ന ഫോറം. അദ്ദേഹം ഇതുപോലെ പരീക്ഷിക്കുന്നതും ഓടിച്ച് റിവ്യൂ എഴുതുന്നതുമായ ഒരു പോർട്ടലായിട്ടായിരുന്നു ഞങ്ങൾക്ക് ആദ്യമൊക്കെ. പക്ഷേ പരിചയപ്പെട്ട് വന്നതിന് ശേഷമാണ് എല്ലാ രാജ്യമൊട്ടാകെ ഇതിന് മെമ്പേഴ്സ് ഉണ്ടെന്നും ഈവൻ ഞങ്ങളുടെ ഈ കൊച്ചി തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ അതിന് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. ഫസ്റ്റ് നമ്മുടെ സേഫ്റ്റി നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ട് മറ്റുള്ളവരുടെ സേഫ്റ്റിയും കൂടെ നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ട് സേഫ് റൈഡിംഗ് ആണ് നമ്മുടെ XBHPയുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ ഞങ്ങളിവിടെ ട്രിവാൻഡ്രം സിറ്റി പോലീസുമായിട്ട് സഹകരിച്ച് ഒരു 4 വർഷമായിട്ട് ഞങ്ങൾ കുറേ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇമ്പാക്ട്സ് ഒരുപാട്. ആദ്യം കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് ഒരുപാട് ആൾക്കാർ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നു. ഓൺലൈനായിട്ട് ഒരു പരിചയമില്ലാത്ത കുറേ പേർ പരിചയപ്പെട്ടത് അവസാനം ഓഫ്ലൈനായിട്ട് ഞങ്ങളുടെ ഇതുപോലൊരു കൂട്ടായ്മയിലേക്ക് നയിക്കുകയായിരുന്നു. സന്ദീപ് ഗജാർ എന്ന വ്യക്തി 2001 തുടങ്ങി വെച്ച ഒരു ചെറിയ ഉദ്യമം ഇന്ന് രാജ്യമൊട്ടാകെ 50,000-ലധികം മെമ്പേഴ്സ് ഉള്ള ഒരു വലിയ ബ്രദർഹുഡാണ്. ഞാൻ ഇതിലോട്ട് കയറാനായിട്ട് ഉണ്ടായിരുന്ന മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് റാഷ് ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 പേര് ദേ പാസ്ഡ് അവേ. അതിൻ്റെ റീസൺസ് ആയിരുന്നു ഞാൻ ഈ XBHPയിലോട്ട് മെയിനായിട്ട് ജോയിൻ ചെയ്തത്. ബിക്കോസ് ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ദ കമ്മ്യൂണിറ്റി വേർ ഐ ലീവ് ഇൻ, വിച്ച് പ്രൊമോട്ട്സ് സേഫ് റൈഡിംഗ് ആൻഡ് സേഫ്റ്റി ഫോർ ദ യൂസേഴ്സ് ആൻഡ് ബൈക്കേഴ്സ് ഓൺ ദ റോഡ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ XBHP ഒരു പോർട്ടലായിട്ട് ഞാൻ ഉപയോഗിച്ച് ഞാനിപ്പോൾ ഒരു ആക്റ്റീവ് മെമ്പറാണ് കഴിഞ്ഞ 4 വർഷമായിട്ട്. XBHPയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഉപയോഗിക്കുക. ബൈക്കിൽ തൊടുമ്പോൾ തന്നെ ഹെൽമെറ്റ് വെച്ചിട്ടേ യാത്ര ചെയ്യാവുള്ളൂ എന്നാണ്. കഴിഞ്ഞ ആദ്യത്തെ ഒരു സേഫ്റ്റി റൈഡ് ഞങ്ങൾ ഇവിടെ നടത്തിയപ്പോൾ ഞങ്ങൾ പബ്ലിക് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ ആളുകളോട് സംസാരിച്ചപ്പോൾ 1-2 ആൾക്കാർ അവരുടെ റെസ്പോൺസ് വളരെ വിചിത്രമായ റെസ്പോൺസ് ആയിരുന്നു. അതായത് ഒരാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ ഹെൽമെറ്റ് വെക്കില്ല. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 100 രൂപ പോക്കറ്റ് വെച്ചിറങ്ങും. പോലീസ് പിടിച്ചാൽ ആ 100 രൂപ ഞങ്ങൾ കൊടുക്കും. എന്നാലും ഞങ്ങൾ ഹെൽമെറ്റ് വെക്കില്ല. അവർക്ക് ഒരുപാട് റീസൺസ് ഉണ്ട് പറയാനായിട്ട്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പതുക്കെ പോകുമല്ലേ, ഞാൻ വീടിൻ്റെ തൊട്ടടുത്ത് വരെയാണ്, അതുകൊണ്ട് എനിക്കൊന്നും പറ്റത്തില്ല. അങ്ങനെയല്ല, വീടിൻ്റെ തൊട്ടടുത്തായാലും റോഡ് എല്ലായിടത്തും ഒരേപോലെയാണ്. എവിടെ വീണാലും ഇഞ്ചറി. ഇപ്പം നമ്മൾ പതുക്കെ ആയിരിക്കും പോകുന്നത്, ബാക്കിൽ നിന്ന് വരുന്ന ഒരാളുടെ കെയർലെസ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ അശ്രദ്ധ, അത് കാരണം ചിലപ്പം നമ്മളായിരിക്കും സഫർ ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയാലും വീട്ടിലുള്ളവർ, നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കും
ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ RT അതോറിറ്റീസ് എല്ലാം ക്ലാസ്സും അങ്ങനത്തെ ഇതുമെല്ലാം പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ ലൈസൻസ് ഒരു 5 കൊല്ലം പുറകോട്ട് നോക്കുകയാണെങ്കിൽ അതിന് മുമ്പൊക്കെ എടുക്കുമ്പോഴത്തേക്കും അങ്ങനെ എന്തെങ്കിലും ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, അത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്നും പറഞ്ഞു തരാനായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ അധികം ആരുമില്ലായിരുന്നു. അതിനെല്ലാം XBHP എന്നൊരു ഫോറം, അതിൻ്റെ മെസ്സേജ് ബാക്കിയുള്ളവർക്ക് നമ്മുടെയും സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് സ്പ്രെഡ് ചെയ്യുന്നത് ഞങ്ങൾ അറിയുന്നത് അത് XBHP വഴിയാണ്. ഇപ്പോൾ റൈഡർ ഫുൾ സേഫ്റ്റി ഗിയറിലാണ് ധരിച്ചിരിക്കുന്നത്. ഇത് ഹെൽമെറ്റ്, നല്ല ക്വാളിറ്റി ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഔട്ടർ ഷെല്ലുണ്ട്, അതിൻ്റെ അകത്ത് EPS ലെയർ എന്ന് പറഞ്ഞൊരു എനർജി അബ്സോർബിങ് ഷെല്ലുണ്ട്. ഇൻ കേസ് റൈഡറിന് ആക്സിഡൻറ്റ് സംഭവിച്ചാലും ആ ഷെൽ എനർജി അബ്സോർബ് ചെയ്യും, ദസ് പ്രൊട്ടക്റ്റ് ചെയ്യും. ആക്സിഡൻസിൽ നിന്നും സ്കളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻലി ഹെൽമെറ്റ് ധരിക്കുന്നത്. ഇത് റൈഡേഴ്സ് ജാക്കറ്റാണ്. റൈഡേഴ്സ് ജാക്കറ്റിൽ പുറത്ത് കാണുന്നത് ഈ അബ്രാഷൻ റെസിസ്റ്റൻറ്റ് മെറ്റീരിയലാണ്. ഇത് മെഷ് മെയിൻലി സമ്മർ നമ്മുടെ ഇന്ത്യൻ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ലെതർ ജാക്കറ്റ്സ് നമുക്ക് ധരിക്കാൻ പറ്റത്തില്ല. സോ എയർ സർക്കുലേഷന് വേണ്ടിയാണ് മെഷ് ഇരിക്കുന്നത്. ഇൻസൈഡ് ദിസ് പ്രൊട്ടക്ഷന് വേണ്ടി അബ്രാഷൻ റെസിസ്റ്റൻറ്റ് പാഡ്സ് ഉണ്ട്, നീ പാഡ്സ്, ഇവിടെ ചെസ്റ്റ് പാഡ്സ് ഉണ്ട്, എൽബോ പാഡ്സ്. സോ ഇൻ ഓൾ പ്രോപ്പർലി റൈഡർ ജാക്കറ്റ് ധരിക്കുകയാണെങ്കിൽ എന്ത് ആക്സിഡൻറ്റിൽ നിന്നും സംരക്ഷിക്കാൻ പറ്റും. ഗ്ലൗസ് ഇടുന്നത് മെയിൻലി പാംസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സപ്പോസ് ആക്സിഡൻറ്റ് സംഭവിച്ചാലും നമ്മൾ ഫസ്റ്റ് കുത്തുന്നത് പാമായിരിക്കും. സോ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. ഗ്ലൗസിൽ ഇന്നർ സൈഡിലെല്ലാം ലെതർ പാച്ചസ് കാണും. എൽബോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രൊട്ടക്റ്റേഴ്സ് ഉണ്ട്. ദെൻ നീ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നീ ഗാർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ അബ്രാഷൻ പ്രൊട്ടക്റ്റും ചെയ്യും. ദെൻ നീ ക്യാപ്സ് പൊട്ടാതിരിക്കാൻ വേണ്ടി സഹായിക്കും. ദെൻ ബൂട്ട്സ്, റൈഡിങ് ബൂട്ട്സ് യൂസ് ചെയ്യുന്നത് മെയിൻലി ആങ്കിൾ, എൽബോ ഒന്നും ഫ്രാക്ചർ വരെ ഇരിക്കാൻ വേണ്ടിയാണ്. നോർമലി എല്ലാ റൈഡ്സിലും വി അഡ്വക്കേറ്റ് യൂസിങ് ഓഫ് ബൂട്ട്സ് ആൻഡ് ഓൾ ദി സേഫ്റ്റി ഗിയർസ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് പല പ്രധാന സ്ഥലങ്ങളിലും XBHP വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ് ഇത് ആരംഭിച്ചതെങ്കിലും ഇന്ന് ഇന്ത്യ മുഴുവൻ പടരാൻ ഇവർക്ക് കഴിഞ്ഞു. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികളും ബൈക്ക് റാലികളും ഒക്കെയായി വളരെ സജീവമായി മുന്നേറുകയാണ് ഈ ഗ്രൂപ്പ്. ഞാൻ XBHP ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഒരു ബൈക്കിൽ എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ എനിക്ക് നല്ലോണം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് പേരായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് സേഫ്റ്റിയെക്കുറിച്ച്. എൻ്റെ ഫ്രണ്ട്സ് മിക്കവരും ഹെൽമെറ്റ് ഇല്ലാതെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അവരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറയാനുള്ളത്, മിനിമം ഒരു ഹെൽമെറ്റെങ്കിലും വെച്ചിട്ട് നമ്മളൊരു 2 വീലർ ഓട്ടിക്കാവുന്ന ഞാൻ അടുത്തെല്ലാം പറയുന്നുണ്ട്. നമുക്ക് ഈ XBHP മെമ്പർ ആവണമെങ്കിൽ നമുക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് മെമ്പർ ആകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് ഭയങ്കര ഇപ്പം ബൈക്സ് ഒത്തിരി ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് റോഡ് റൂൾസ് ഒന്നും അനുസരിക്കാതെ പോകുന്ന അവർക്ക് വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു മോഡൽ സെറ്റ് ചെയ്തിട്ട് നമ്മളത് വാട്ട് വി പ്രീച്ച് വി പ്രാക്ടീസ്, അങ്ങനെ ഒരു മെത്തഡോളജിയിലൂടെ ആരെങ്കിലും ഒരാളെങ്കിലും മാറും എന്നുള്ള ചിന്തയിൽ അവയർനെസ് ക്യാമ്പയിൻസും അങ്ങനെ എന്തെങ്കിലും അവയർനെസ് റൈഡ്സ് ഒക്കെ നടത്തുന്നുണ്ട്. അതാണ് ഇപ്പോൾ ടാർഗറ്റ്. ആദ്യം ഓൺലൈനായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾക്ക് പലർക്കും തമ്മിൽ അറിയത്തില്ല, പലരും കണ്ടിട്ടില്ല. പല സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങളങ്ങനെ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടണം, എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം. ആ ഒരു താല്പര്യത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഓഫ്ലൈൻ G2Gs അഥവാ ഗെറ്റ് ടുഗദേഴ്സ് എന്ന് പറഞ്ഞൊരു രൂപം കൊള്ളുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ പലപ്പോഴും മാനവീയ റോഡിലും അല്ല തിരുവനന്തപുരത്ത് പല മേഖലകളിലുമായിട്ട് ഒത്തുകൂടുകയും ബാക്കി നമുക്ക് നമ്മുടെ ജീവൻ സംരക്ഷിക്കാനും റോഡിൽ ബാക്കിയുള്ളവർക്ക് ഒരു റോഡ് മാനേഴ്സ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനും ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും പുതിയ പുതിയ വണ്ടികൾ നിങ്ങൾക്കറിയാം എല്ലാം വളരെ വേഗത കൂടിയതും സ്റ്റൈലിഷുമാണ്. അപ്പോൾ തന്നെ ചെറുപ്പക്കാർക്ക് കൂടുതൽ വേഗത്തിൽ പോകാനുള്ളൊരു പ്രവണതയൊക്കെ കാണും. അവരെയൊക്കെ ഒന്നും ബോധവൽക്കരിക്കുക, അവരെ സമൂഹത്തിന് ഉപകരിക്കുന്ന തരത്തിൽ വണ്ടി ഓടിക്കുക. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ
ട്രാഫിക് പോലീസിന് ട്രിവാൻഡ്രം ട്രാഫിക് പോലീസിനോട് ചേർന്ന് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് മുഴുവൻ സഹകരണവും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സമാന മനസ്കരായിട്ടുള്ളവരും ഞങ്ങളുടെ ഉദ്യമത്തിൽ സഹായിക്കാൻ താല്പര്യമുള്ളവരും ഞങ്ങളെ ഇതിനു വേണ്ടി പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പിന്നെ XBHP നമ്മൾ ആൾക്കാരെ പ്രഷർ ചെയ്തല്ല ഈ റൂൾസ് എല്ലാം ചെയ്യാനായിട്ട് പറയുന്നത്. ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ചെറുപ്പക്കാർക്ക് പലരെയും അനുകരിക്കണമെന്ന് തോന്നും. അവരിപ്പം ട്രാക്കിൽ കാണുന്ന ആൾക്കാരെ അനുകരിക്കാൻ വേണ്ടി സ്ട്രീറ്റിൽ കൂടി സ്ട്രീറ്റ് ഒരു മറ്റേ MotoGP ട്രാക്കാക്കി മാറ്റും. സ്പീഡിൽ പോരെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. സ്പീഡിൽ പോകാം, സേഫായിട്ട്. റൈഡ് സേഫ് എന്നാണ് XBHPയുടെ പ്രധാന ഒരു വേർഡിങ്. ഫ്യൂച്ചറിൽ നമ്മുടെ XBHPയുടെ പ്ലാൻസ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾസിലും +2 സ്കൂൾസ്, ഹയർ സെക്കൻഡറി സ്കൂൾസിലും കോളേജസിലും കേന്ദ്രീകരിച്ച് അവയർനെസ് ക്യാമ്പയിൻസ്. കാരണം നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലും ന്യൂസിലും കാണുന്നുണ്ടല്ലോ, യങ്സ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻസിനും റാഷ് ഡ്രൈവിംഗ് എല്ലാം ഇരയാവുന്നത്. നമ്മൾ അതിനെ ഒന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി, മൈൻഡ് സെറ്റ് മാറ്റി പിള്ളേരിൽ അല്ലെ നമ്മുടെ കോളേജ് സ്റ്റുഡൻസിൽ ഒരു സേഫ് ഡ്രൈവിംഗ് അല്ലെ സേഫ് റൈഡിങ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. XBHPയിലെ മെമ്പേഴ്സ് പലരും പ്രൊഫഷണൽസ് ആണ്, വിദ്യാർത്ഥികളാണ്. ജോലിക്കിടയിൽ നിന്നും പഠനത്തിനിടയിൽ നിന്നുമൊക്കെ സമയം കണ്ടെത്തിയാണ് അവർ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒരു സമൂഹത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരുത്താൻ ഇത്തരം കൂട്ടായ്മകൾക്ക് സാധിക്കും. പ്രത്യേകിച്ചും പ്രതിവർഷം ഏറ്റവും അധികം ജനങ്ങൾ ആക്സിഡന്റുകളിൽ മരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കൂട്ടായ്മകളുടെ പങ്ക് വളരെ വലുതാണ്. അത് തിരിച്ചറിയാനും പ്രോത്സാഹിപ്പിക്കാനും അംഗീകരിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവസാനിക്കും മുമ്പ് ഔട്ട് ഓഫ് ദി ബോക്സിനെ കുറിച്ച് കേട്ട ഒരു കമന്റ് പറയട്ടെ. തലതിരിഞ്ഞ പിള്ളേരെ കുറിച്ചുള്ള പരിപാടിയാണ് ഔട്ട് ഓഫ് ദി ബോക്സ്. തലതിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ, വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നെങ്കിൽ അതിലെന്താണ് തെറ്റ്? അപ്പോൾ കൂടുതൽ തലതിരിഞ്ഞ, വ്യത്യസ്തരായ, മിടുക്കരായ, സ്മാർട്ടായ യങ്സ്റ്റേഴ്സുമായി അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വരും. ഔട്ട് ഓഫ് ദി ബോക്സ് ഇനി അടുത്ത ആഴ്ച.